എല്ലാ വണ്ടിപ്രേമികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഹൈലക്സ് ആണ്. അപ്പോൾ ഹൈലക്സിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 2 ഡേ വർക്കായിരുന്നു. കസ്റ്റമർ തമിഴ്നാട്ട് കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് തന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾ റോക്കോ കിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റിക്കവറി ഹൂക്ക്, അണ്ടർ ബെല്ലി പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഹാമറിൻ്റെ റോൾ ബാർ, ഓട്ടോമാറ്റിക് ഷട്ടർ, GR സ്പോർട്ടിൻ്റെ സൈഡ് ഗ്ലാഡിങ്, ടെയിൽ ലാമ്പ്, ടെയിൽ ഗേറ്റ് ലോക്ക്, അങ്ങനെ ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെഹിക്കിളിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകളും അതേപോലെ തന്നെ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ചെയ്തിരിക്കുന്നുള്ള ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് വർക്കിന് വേണ്ടി വന്നിരിക്കുന്ന വെഹിക്കിൾ എന്ന് വെച്ചാൽ ഹൈലക്സ് ആണ്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വർക്ക് കൊണ്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓട്ടോമാറ്റിക് ഷട്ടർ, അതേപോലെ തന്നെ ഹാമർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോൾ ബാർ, അതേപോലെ റൂഫ് റൈൽ, പോരാത്തതിനും നമുക്ക് റോക്കോ കിറ്റ്, ഇങ്ങനെ ഒരുപാട് അപ്ഡേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു വെഹിക്കിളിനായിട്ട്. അപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ക്വാളിറ്റിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഹൈലക്സിനകത്ത് നമുക്ക് ഷട്ടർ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ നമുക്ക് വെഹിക്കിളിനകത്ത് വരാൻ നേരത്ത് ഒരിക്കലും നമുക്ക് ടെയിൽ ഗേറ്റ് ലോക്ക് കാര്യങ്ങളൊന്നും നമുക്ക് കമ്പനി വരുന്നില്ല. അതായത് നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഷട്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സേഫായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോക്ക് ആക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളായിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ടെയിൽ ഗേറ്റ് ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ആക്ച്വേറ്ററും അതിൻ്റെ ക്ലാമ്പ്, വയറിങ് കാര്യങ്ങളെല്ലാം വരും. നമ്മളെ കമ്പനി ലോക്കുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. പോരാത്തതിന് നമുക്ക് ഷട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ നേരത്ത് ഒരുപാട് പേര് ചോദിക്കുന്നത് വെച്ചാൽ ബെഡ് ലൈനർ കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബെഡ് ലൈനർ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വയറിങ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യണം, ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് 4 ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ക്ലാമ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് ബെഡ് ലൈനർ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ബെഡ് ലൈനർ നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നേരെ ഷട്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണുള്ള പരിപാടിയാണ് നമ്മൾ അടുത്തേര് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈലക്സിൻ്റെ സ്റ്റോക്ക് ടൈലാമ്പാണ് കേട്ടോ എൻ്റെ ഈ കൈ കാണുന്നത്, ഈ റെഡ്. അപ്പോൾ ഈ സ്റ്റോക്ക് ടൈലൈറ്റ് നമ്മൾ മാറിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫുള്ള് സ്മോക്കായിട്ടുള്ള ടൈലാമ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിതിനകത്ത് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് കപ്ലർ ടു കപ്ലറാണ്. എക്സ്ട്രാ ബൾബോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സ്റ്റോക്കിൽ നിന്നും റീപ്ലേസ് ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ മാത്രമാണ് വരുന്നത്. വേറെ നമ്മൾ ഷട്ടറിൻ്റെ കാര്യങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതാ പ്ലഗ് ചെയ്യുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹൈലൈറ്റ്സിൻ്റെ ടൈലൈറ്റ് റിമൂവ് ചെയ്യാനും അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ സൈഡിൽ 2 10-ന്റെ ബോൾട്ട് ഉണ്ട്, അത് മാത്രം നമുക്ക് റിമൂവ് ചെയ്താൽ മതി കേട്ടോ. ഈ സൈഡ് 2 10-ന്റെ ബോൾട്ട് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഈ സൈഡിലോട്ട് തട്ടുക, ഫ്രണ്ടിലോട്ടല്ല സൈഡിലോട്ട് ജസ്റ്റ് തട്ടിയാൽ ഊരി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ടെയിൽ ഗേറ്റ് ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടെയിൽ ഗേറ്റ് ലോക്ക്. ഇതാണ് നമ്മൾ ടെയിൽ ഗേറ്റ് ലോക്ക് കേട്ടോ. നമ്മൾ സാധാ നമ്മൾ വണ്ടിയിൽ എക്സ്ട്രാ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു ആക്ച്വേറ്ററും അതിനൊരു ക്ലാമ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലോക്കായി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് മുകളിൽ ലോക്കായി വന്നിരിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ബെഡ് ലൈനർ കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഹോള് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഷട്ടറിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷട്ടറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫുള്ള് അസംബ്ലി കാര്യങ്ങളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഷട്ടറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഷട്ടർ എടുത്തിരിക്കുന്ന ഫ്യൂച്ചർ 4x4-ന്റെ ഷട്ടറാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക് ഷട്ടറാണ്. നമുക്ക് മാനുവൽ ഷട്ടറും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷട്ടർ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക് ഷട്ടറാണ്. ഇതിനകത്ത് നമുക്ക് 1 ടച്ച് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷട്ടർ ക്ലോസ് ആയി വരുന്ന സമയത്ത് നമ്മളെ കയ്യോ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തട്ടിന് ശേഷം തിരിച്ച് റിട്ടേൺ പോകുന്ന ഒരു സെറ്റപ്പ് കാര്യം 1 ടച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പോരാത്തതിന് നമുക്കത് ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുള്ള യൂണിറ്റ് കാര്യങ്ങളാണ് എൻ്റെ ഈ കൈ കാണുന്നത്, ചെറിയ യൂണിറ്റ്. പിന്നെ നമുക്ക് 2 റിമോട്ട് വരുന്നുണ്ട്. പോരാത്തതിന് നമുക്ക് സ്വിച്ച് വെച്ചും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള സ്വിച്ച് കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. മൊത്തം നമുക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് നമുക്ക് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിമോട്ടിൽ ആക്സസ് ചെയ്യാം, പിന്നെ നമുക്ക് ഫോൺ കൺട്രോൾ ആപ്പ് വെച്ച്, അതായത് ഫോണിലെ ആപ്പ് വെച്ച് നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് നമുക്കിത് 4 പീസ് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. അതായത് 4 പീസായിട്ടാണ് വരുന്നത്. 2 റണ്ണറും അതേപോലെ തന്നെ മുകളിലത്തെ ക്യാപ്പ്, അതേപോലെ തന്നെ ഷട്ടർ, ഇങ്ങനെ ഫുള്ള് നമുക്ക് പീസായിട്ടാണ്. അതിനെ ഫുള്ള് നമ്മൾ അസംബിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ 6 ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിന് മുമ്പും ഞാൻ ചെയ്തിട്ടുള്ള വണ്ടിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റോൾ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോൾ ബാറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു തവണ ചെയ്തത്
2 മോഡൽ നമ്മൾ ചെയ്തായിരുന്നു. ഇത് നമ്മൾ 3ാമത്തെ മോഡലാണ് ഇട്ടെടുത്തത് ഹാമറിന്റെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് വരുന്ന ഒരു മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോരാതെ തന്നെ ഇത് ഏകദേശം ഒരു ഫുള്ള് അസംബിളി ചെയ്തെടുത്ത ഒരു പീസാണ്. ഏകദേശം ഒരു 8-9 പീസോളം ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പോരാതെ തന്നെ ഇതിനെ ഫുൾ അസംബിൾ ചെയ്തെടുത്തിട്ട് പോരാതെ തന്നെ ഇത് കസ്റ്റമൈസും ചെയ്യാൻ സാധിക്കും. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഈ ഒരു റോൾ ബാറിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിലൂടെ വരുന്നുണ്ട്. കാര്യത്തിന് മേളിൽ നെറ്റ്, അതേപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ, റിയർ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ക്ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റോൾ ബാറിനകത്ത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ, അതേപോലെ റോൾ ബാർ, ടെയിൽ ഗേറ്റ് ലോക്ക്, അതേപോലെ തന്നെ ബാക്ക് ടെയിലൈറ്റ്, ഇത്രയാണ് നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് റോക്കോ കിറ്റാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ള. അപ്പോൾ റോക്കോ കിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അത് നല്ലൊരു പണിയാണ്. കാര്യം നമുക്ക് ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ടുള്ള കാര്യം. നമ്മൾ ഫുൾ കിറ്റ് റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പ്ലാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള വർക്ക് ഇലക്ട്രിക് വർക്കാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഹൈലക്സിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോക്കോ കിറ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ റോക്കോ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് റിക്കവറി ഹൂക്ക്, അതേപോലെ തന്നെ അണ്ടർ ബെല്ലി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അണ്ടർ ബെല്ലി പ്രൊട്ടക്ഷൻ നമുക്കൊരു 3 പീസാണ് വരുന്നത്. അതേപോലെ നമ്മൾ റിക്കവറി ഹൂക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് നമുക്ക് റിക്കവറി ഹൂക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിക്കവറി ഹൂക്കും അതേപോലെ തന്നെ അണ്ടർ ബെല്ലി പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ റോക്കോ കിറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു 2 ലെയർ ഡാമ്പിങ് കൂടെ നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഡേ വർക്കാണ് മെയിനായിട്ട് കിട്ടിയത്. അപ്പം കസ്റ്റമർ ഒരു 1 ഡേ ഹാഫ് കൂടെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3ാമത്തെ ദിവസം പകുതി 1 ഡേയിൽ നമുക്കൊരു ഹാഫ് ഡേ കൂടെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതിനകത്ത് ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ ഡേ കൂടെ തന്നെ. അപ്പോൾ ലാസ്റ്റാണ് നമുക്ക് റിക്കവറി ഹൂക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാമ്പിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് പരിപാടിയായിട്ട്. അപ്പോൾ നമ്മൾ ഹൈലക്സിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റോക്കോ കിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോക്കോ കിറ്റ് നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ, അതായത് സെൻറ്റർ ഗ്രില്ല് ഫുൾ ബ്ലാക്കിലോട്ട് വേണമെങ്കിൽ, ഗ്ലോസി ബ്ലാക്കിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. നമുക്ക് ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കസ്റ്റമർ ചോയ്സ് ചെയ്ത ഒരു ഗ്ലോസി ആൻഡ് ബോഡി കളറാണ് ചോയ്സ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മേഖലത്തെ ഈ പോർഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വെഹിക്കിളിനകത്ത് ഫുള്ള് ബോഡി കളർ ആഡ് ചെയ്തായിരുന്നു. അതിന് മുമ്പത്തെ വെഹിക്കിളിനകത്ത് ഫുള്ള് ഗ്ലോസിയാണ്, ഗ്രില്ല് ഫുള്ള് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ബോഡി കളർ ആൻഡ് ഗ്ലോസി ഫിനിഷാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ വേർതിരിച്ചറിയാനാണ് ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് വേറെ ലോഗോയോ കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പോരാതെ തന്നെ വണ്ടിക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു 4 ഹോണ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്തതല്ല, ഓൾറെഡി കസ്റ്റമർ വന്ന നേരത്ത് അവിടെ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിൻ്റെ അത് ചെയ്തിരിക്കുന്ന മെഗാസോണിക്കാണ് ചെയ്തിരിക്കുന്നത്. 2 പെയറാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ടോ. അപ്പോൾ ഒരു സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഹൈ ആൻഡ് ലോ ആയിട്ട് ഒരു പെയറാണ് വരുന്നത്. ഏകദേശം 3000 അടുപ്പിച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ഹോണാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 സെറ്റ് ഹോണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിക്കവറി ഹൂക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിക്കവറി ഹൂക്ക്. നമ്മളെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്കൊരു പെയറായിട്ടാണ് വരുന്നത്. അതിൻ്റെ ബാക്ക് റിയർ ഉൾപ്പെടെ നമുക്ക് റിക്കവറി ഹൂക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അണ്ടർബെല്ലി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 പീസാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് നമുക്ക് റീപ്ലേസ്മെന്റ്. ഇതിനകത്ത് സ്വന്തം സ്റ്റോക്ക് അണ്ടർബെല്ലി കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അണ്ടർബെല്ലി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പോരാത്തതിന് ഒരു ഡ്രൈ കളർ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരുപാട് ഡൗട്ട് ഉണ്ട്. നമുക്ക് സെൻസർ കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റോക്ക് ബമ്പറിലിരിക്കുന്ന സെൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ബമ്പറിൽ ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റോക്ക് ബമ്പറിലിരിക്കുന്ന സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ എടുക്കുന്ന ബമ്പറിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് സാധാരണ എല്ലാവരും ക്രോം ആണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നേരെ മാറ്റ് ഫിനിഷ് ആയിട്ട് ഡീ ക്രോം ആയിട്ട് വരുന്ന റിവോര കിറ്റാണ് നമ്മൾ എടുത്തിരിക്കേണ്ടത്. അപ്പോൾ റിവോര കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫുൾ കിറ്റായിട്ടാണ് വരുന്നത്. മിറർ കവർ, അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽ, ടെയിലൈറ്റ്, അങ്ങനെ എല്ലാം ഫുൾ കിറ്റായിട്ടാണ് നമുക്ക് ഈ റിവോര കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ലുക്ക് ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീലാർച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹൈലക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലോഗോയൊക്കെ നമ്മൾ ഡീ ക്രോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ GR സ്പോർട്ടിൻ്റെ സൈഡ് ഗ്ലാഡിങ് കേട്ടോ, ഫുൾ സൈസ് ഗ്ലാഡിങ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മളെ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. കാര്യം
വെച്ച് കഴിഞ്ഞാൽ അവർ കളർ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെയാണ് നമുക്ക് സാധാരണ ഈ ഒരു വീലാർച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ്, അതായത് മാറ്റ് ഫിനിഷ് ബ്ലാക്കിലേക്കാണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമറിന് ഇഷ്ടമുള്ള കളർ ചോയ്സ് ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ ചോയ്സ് ചെയ്തിരിക്കുന്ന ബോഡി കളർ തന്നെയാണ് നമ്മൾ ഈ വീലാർച്ച് കാര്യങ്ങളൊക്കെ ചോയ്സ് ചെയ്യുന്നത്. സാധാരണ മാറ്റ് ബ്ലാക്ക് ചോയ്സ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ഗ്ലോസി ഫിനിഷും ചോയ്സ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ക്ലാഡിങ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഡോർ പ്രൊട്ടക്ടറാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള GR സ്പോർട്ടിൻ്റെ സൈഡ് ക്ലാഡിംഗ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഫുഡ് സ്റ്റെപ്പ് തന്നെ, ഫോർച്യൂണറിന് അതേപോലെ ഹൈലെക്സ് ഐക്രോസിനൊക്കെ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ മേളിലായിട്ട് റൂഫ് റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈലെക്സിന് റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ മിറർ കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീക്രോമിലോട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് പ്രത്യേകിച്ച് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല. കസ്റ്റമർ തന്നെ ആദ്യം വന്ന നേരത്തെ തന്നെ ഓൾറെഡി ആയിട്ട് ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളൊക്കെ അലോയ് പെയിന്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൈഡിലേക്ക് നോക്കാൻ നേരത്ത് നല്ലൊരു ലുക്ക് കിട്ടാനായിട്ടും അതേപോലെ തന്നെ നല്ലൊരു യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹാമറിൻ്റെ റോൾ ബാർ. അപ്പോൾ അത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാമറിൻ്റെ റോൾ ബാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷട്ടർ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഹാമറിൻ്റെ ഈ ഒരു റോൾ ബാർ നമ്മൾ രണ്ടാമത്തെ മോഡലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഓൾറെഡി ഒരു 3 മോഡലോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മോഡലാണ്. ആദ്യത്തെ ഒരു മോഡൽ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മോഡൽ ഇതാണ്. ഇനി ഒരു മൂന്നാമത്തെ മോഡലാണ്. അതായത് സെഗ്മെന്റ് അനുസരിച്ചാണ് മൂന്നാമത്തെ മോഡൽ എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം സെറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ വണ്ടിയിലാണ് സെറ്റ് ചെയ്യുന്നത്, ഈ ഒരു മൂന്നാമത്തെ മോഡൽ എന്ന് പറയാം. പക്ഷേ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ സെഗ്മെന്റിലാണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാണ് അടുത്ത സെഗ്മെന്റിലാണ് മൂന്നാമത്തെ വേരിയന്റ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. നല്ല ഹൈ എൻഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഹാമറിൻ്റെ റോൾ ബാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബേക്കിലാണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബേക്കിൽ ഭയങ്കര വർക്കൊന്നുമില്ല, ഷട്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടെയിൽ ഗേറ്റ് ലോക്ക്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ബാക്ക് ടെയിൽ ലാമ്പ്. പിന്നെ ബേക്കിലത്തെ ബമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഹൈലെക്സിൻ്റെ ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെയിൽ ലാമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ലോഗോ കാര്യങ്ങളൊക്കെ ഡീക്രോമിലോട്ട് കൺവെർട്ട് ചെയ്തു. നമ്മളെ ബാക്ക് ബമ്പറിൻ്റെ പോർഷൻ കാര്യങ്ങളൊക്കെ ഡീക്രോമിലോട്ട് കൺവെർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓട്ടോമാറ്റിക് ഷട്ടർ കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുക. പിന്നെ നമ്മളെ ഹാമറിൻ്റെ റോൾ ബാർ. അപ്പോൾ നമ്മൾ ടെയിലൈറ്റ് എന്ന് വെച്ചാൽ സ്കാനിങ്ങോട് വരുന്ന മോഡലാണ് നമ്മൾ ഈ ഒരു ടെയിലാമ്പ് വരുന്നത്. ഇപ്പോൾ പകലായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു ക്ഷമ വഹിക്കുന്നു. അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ ഡയറക്റ്റ് കപ്ലർ ടു കപ്ലർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെയിലാമ്പിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിനകത്ത് നമുക്ക് സ്കാനിങ് കാര്യങ്ങളൊന്നും അല്ല, നോർമലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സ്മോക്ക് അഡിഷനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ടെയിലാമ്പ്. പിന്നെ നമ്മൾ ടെയിൽ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വണ്ടി ഇപ്പോൾ ലോക്കായിരിക്കുകയാണ്. ഓൾറെഡി വണ്ടി ലോക്കാണ്. ലോക്കുള്ള സമയത്ത് ടെയിൽ ഗേറ്റ് ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മളെ വീഡിയോയ്ക്കകത്ത് ആദ്യം പറഞ്ഞായിരുന്നു ടെയിൽ ഗേറ്റ് ലോക്ക് നമുക്ക് ഷട്ടർ കാര്യങ്ങളൊക്കെ ടെയിൽ ഗേറ്റ് ലോക്ക് മസ്റ്റായിട്ട് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല വെളിയിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും തുറന്നെടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ടെയിൽ ഗേറ്റ് ലോക്ക് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഷട്ടർ, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡീക്രോമാണ് ബമ്പർ കാര്യങ്ങളൊക്കെ. അപ്പം ബാക്കിൽ ഇത്ര വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ വർക്ക് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കോ കിറ്റ് ആൻഡ് അണ്ടർ ബെല്ലി പ്രൊട്ടക്ഷൻ, റിക്കവറി ഹൂക്ക്, അതേപോലെ ടെയിലാമ്പ്, ഷട്ടർ, റോൾ ബാർ, പിന്നെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്കവറി ഹൂക്ക് കാര്യങ്ങളൊക്കെ ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് റിക്കവറി ഹൂക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഫുൾ വർക്ക് തീർക്കാൻ 2 ദിവസമായി. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് വിട്ടുപോയ വേറെ വെച്ചാൽ നമ്മൾ ഡോർ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ നൈറ്റാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ രാവിലെ അവർക്ക് ഡെലിവറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം നൈറ്റിൽ ഇത് ഫുള്ള് ചെയ്യുകയാണ് ചെയ്തേട്ടോ. ഏകദേശം വെളുപ്പിനാണ് പോയത്. ഒരു 3 മണിയായപ്പോൾ നമ്മൾ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയത്. അപ്പോൾ നമുക്ക് ഷട്ടർ എങ്ങനെയാണ് വർക്ക് ആവണത് ജസ്റ്റ് ഒന്ന് കാണാം. ക്ലോസ് ചെയ്തോ? അപ്പോൾ നമ്മളെ ഷട്ടർ നമുക്ക് 3 ഓപ്ഷനിൽ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് റിമോട്ട് ആക്സസ്, അതേപോലെ തന്നെ സ്വിച്ച് കൺട്രോൾ, പോരാത്തതിന് ഫോൺ ആപ്പ് കൺട്രോൾ വെച്ച് നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്കിതിന് ലൈറ്റ് ഓഫ് ആക്കാനാണെങ്കിലും നമുക്കിത് ഓരോ പകുതി, അതായത് നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ ചോദിക്കാറുണ്ട് നമുക്ക് പകുതി ക്ലോസ് ചെയ്ത് നിർത്താൻ പറ്റുമെന്നൊക്കെ. അങ്ങനെയൊക്കെ സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ അത് ഫോൺ ആപ്പ് ആണെങ്കിലും നമ്മളെ റിമോട്ട് ആണെങ്കിലും നമ്മളെ സ്വിച്ച് ആക്സസ് വഴിയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടാനുസരണം ക്ലോസ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷട്ടറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ വർക്കായിട്ടുള്ള. പിന്നെ വണ്ടിക്ക് ഉള്ളിൽ ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. കാര്യം ഫോക്കലിൻ്റെ സ്പീക്കർ, ആൽപിയൻ്റെ അണ്ടർ സീറ്റ് സബ് വൂഫർ, അതേപോലെ തന്നെ
റീപ്ലേസ്മെന്റ്, ആംബിയൻസ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ചെയ്യാത്ത വർക്കുകൾ നമ്മൾ അതിനകത്ത് എടുത്ത് പറയുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഹോണിന്റെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കസ്റ്റമർ എന്തായാലും ചോദിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ റീപ്ലേസ്മെന്റ്, ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമർ ഓൾറെഡി അവിടെ നേരത്തെ ചെയ്തിട്ട് വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അവർ നമുക്ക് 2 ഡേ തന്നിട്ട് ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്താണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീരാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.